ശബരിമല അയ്യപ്പനെ നിശ്ചിത ഇടവേളകളിലൊക്കെ വിവാദങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതൊരു ഹോബിയാണ്. പ്രത്യേകിച്ച് ഭരണകൂടത്തിനും അങ്ങനെ ഒരു ഹോബിയുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് വിശദമായ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല സുപ്രഭാതം എല്ലാവർക്കും നേരുന്നു. നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ ജനങ്ങളാണ്. ചാനൽ നിങ്ങൾ വളരെ ചെറിയ കാലയളവ് കൊണ്ട് ഞങ്ങൾക്ക് നല്ല തോതിൽ സബ്സ്ക്രിപ്ഷൻ തന്നു, കമൻറ്റുകൾ വരുന്നു, ലൈക്ക് വരുന്നു, ഷെയർ വരുന്നു, ഒരുപാട് വീഡിയോകൾ നിങ്ങൾ ധാരാളം പേർ കാണുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ചെറിയ ചെറിയ സംഭാവനകൾ അയച്ചു തരിക. ഗൂഗിൾ പേ നമ്പറുണ്ട്. അതുപോലെ തന്നെ പരസ്യങ്ങളും നിങ്ങളുടെ വാർത്തകളും വിഷമങ്ങളും സങ്കടങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇപ്പോൾ ശബരിമല അയ്യപ്പൻ വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുന്നത്, ഒന്നാമത്തെ ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് വിവാദം അത് ദളിതന്മാരുടെ അയ്യപ്പനാണെന്നുള്ളൊരു വിവാദം വന്നു. ബുദ്ധവിക്രമാണ് അവിടെ നിന്ന് വന്നു, ബുദ്ധനാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഹിന്ദുവിൻ്റേതല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള, അതായത് ദളിതനും ബുദ്ധനും ഒക്കെ ഹിന്ദുവിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഒരു പിന്നെ ബൈഫർക്കേഷൻസ് എന്നേ ഉള്ളൂ. എന്നാൽ പോലും കൃത്യമായി അത് സവർണ ഹിന്ദുക്കളുടേതാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപിക്കാനുള്ള ഒരു ശ്രമം വളരെ ബോധപൂർവം ഇടത് ഫോൾഡറുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഇതിനകത്ത് യാതൊരു താല്പര്യമില്ലാത്ത ആളുകളിൽ നിന്നുമൊക്കെ, ക്ഷേത്രവിശ്വാസികളല്ലാത്തവരിൽ നിന്ന് പോലും, പ്രത്യേകിച്ച് യുക്തിവാദികളിൽ നിന്നുമൊക്കെ ശബരിമല അയ്യപ്പനെ ആക്ഷേപിച്ചുകൊണ്ട് അത് ഹിന്ദുവിൻ്റെ ദൈവമല്ല, അത് ബുദ്ധൻ്റെ ദൈവത്തെ നിങ്ങൾ മോഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ആ ശാസ്താവാണ്, അത് ചാത്തനാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു വിവാദം. ശബരിമല ക്ഷേത്രം കത്തിക്കൽ, അവിടെ മോഷണം, അതെല്ലാം കഴിഞ്ഞ് ഇത്രയും പവിത്രമായിരിക്കുന്ന ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായുള്ള ഒരു ആചാരത്തെ, ആചാരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മാറ്റേണ്ട ആചാരം മാറ്റുക തന്നെ വേണം. എന്നാൽ നിത്യ ബ്രഹ്മചാരി എന്ന, നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന സങ്കല്പത്തിലിരിക്കുന്ന അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ സ്ത്രീകളെ കയറ്റിയേ പറ്റൂ എന്നുള്ള നിലയിൽ ആരോ കൊണ്ടുകൊടുത്ത കേസിന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയുടെ പ്രകാരം എന്തെല്ലാം കോലാഹലങ്ങൾ, പുകിലുകളാണ് നമ്മൾ കണ്ടത്. അവസാനം അയ്യപ്പൻ വിജയിച്ചു. അയ്യപ്പൻ്റെ പിറകെ നടന്ന സുരാജുമാരെല്ലാം തോറ്റമ്പി. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴിതാ വാസവൻ പുതിയൊരു നമ്പരുമായി ഇറങ്ങിയിട്ടുണ്ട്. വാസവൻ ഈ നമ്പരുമായി ഇറങ്ങുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ്, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പിണറായി വിജയൻ പയറ്റിയ ഒരു പരിപാടിയാണ് CIA പരിപാടി വന്നപ്പോൾ, അതുപോലെ തന്നെ ഈ പൗരത്വ ബില്ല് വന്നപ്പോൾ, രാജ്യത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടെന്ന് മുസ്ലിങ്ങളെ കയ്യിലെടുക്കാനെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ചാമ്പ്യനാവാൻ പാണക്കാട് ശിഖാബലി തിങ്ങളെയൊക്കെ മറച്ചുകൊണ്ട്, പാണക്കാട് ഹൗസിനെയും സമസ്തയും എല്ലാം മറച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്തും പിന്നെ മാനാഞ്ചിറയിലും അവിടെയും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തി വീരനായകനാകാൻ ശ്രമിച്ചു പിണറായി വിജയൻ. പക്ഷേ അമ്പേ പരാജയപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും ആരിഫ് ഒഴിച്ചിട്ട് 19 സീറ്റും കോൺഗ്രസ് പിടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും മുസ്ലിം പ്രീണനം നടത്തി, മുസ്ലിമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തു. ഒരുപാട് സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെല്ലാം മുസ്ലിങ്ങളെ കൊണ്ടിരുത്തി വലിയ പ്രീണനം നടത്തി, അവർക്ക് വേണ്ടി വലിയ പ്രീണനം നടത്തി. എന്നിട്ടും ഒരു രണ്ടാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും ക്ലച്ച് പിടിച്ചില്ല. അത് തീർച്ചയായിട്ടും അപ്പോഴും 19 സീറ്റ്. നേരത്തെ ആലപ്പുഴയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ, ആരിഫാണ് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതെങ്കിൽ, പിന്നെ ചേലക്കരയിലെ രാധാകൃഷ്ണനെ ജയിപ്പിച്ചെടുക്കാൻ, രമ്യ ഹരിദാസ് തോറ്റിട്ട് രാധാകൃഷ്ണനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ 19 സീറ്റ് നഷ്ടമായി. അപ്പോഴാണ് വീണ്ടും ശബരിമലയുടെ വിഷയത്തിൽ കൈ പൊള്ളി എന്ന് മനസ്സിലാക്കി വീട് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങളും അയ്യപ്പൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അത് മാറ്റി. അതിനിടയിലും വിവാദങ്ങളുണ്ടാക്കി. മാളികപ്പുറത്ത് അമ്മയെ കല്യാണം കഴിച്ചെങ്കിൽ അയ്യപ്പൻ കെട്ടിയെങ്കിൽ അവിടെ പെണ്ണുങ്ങൾക്ക് പോകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വരാജിൻ്റെ പോലുള്ളവരുടെ ഒരുപാട് ട്രോളുകൾ വന്നു. അതെല്ലാം അതിജീവിച്ച് ഓരോ കാലഘട്ടത്തിലും അഗ്നി പരീക്ഷകളെ അതിജീവിച്ച് ജീവിച്ചിരിക്കുന്ന അയ്യപ്പൻ്റെ അവിടെ ഇപ്പോൾ ഒരു ഉഡായിപ്പ് സംഘവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സർക്കാരിനോട് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസ പ്രമാണങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നിങ്ങൾ വിശ്വാസികളല്ല. നിങ്ങൾ ശബരിമലയിൽ ചെന്ന് നിൽക്കും, ഒന്ന് നടയിൽ ചെന്ന് നിൽക്കും. അങ്ങനെ മന്ത്രിമാർ നടയിൽ ചെന്ന് നിൽക്കരുത്. കമ്മ്യൂണിസ്റ്റുമാർ നിൽക്കുകയാണെങ്കിൽ തൊഴുതുകൊണ്ട് നിൽക്കണം. യുക്തിവാദികളായിട്ടുള്ള സംസ്ഥാനത്തെ വളരെ പ്രമുഖനായ യുക്തിവാദികൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞാനും അവരോടൊപ്പം പോയിട്ടുണ്ട്, അമ്പലത്തെക്കുറിച്ച് പഠിക്കാനും കാണാനുമൊക്കെ. അവിടെ നടയിലെത്തുമ്പോൾ അവർ തൊഴുന്നത് കാണാറുണ്ട്. അത് മറ്റൊന്നുമല്ല, അവിടുത്തെ രീതി അങ്ങനെയാണ്. ചെരുപ്പ് ഊരേണ്ടടുത്ത് ചെരുപ്പൂരും, ഷർട്ട് ഊരേണ്ടടുത്ത് ഷർട്ടൂരും, തൊഴേണ്ടടുത്ത് തൊഴും. അതൊരു കൾച്ചറാണ്. അതുകൊണ്ട് ഒരു വിശ്വാസ പ്രമാണവും മാറിപ്പോകുന്നില്ല. അതേസമയം നിങ്ങൾ തൊഴാതെ നിൽക്കും, അത് വലിയ ചാനൽ ചർച്ചയാകും. ഇപ്പോൾ നിങ്ങൾ 3000 അയ്യപ്പന്മാരുടെ സംഗമം നടത്തുന്നു. ആരാണ് ഈ 3000 അയ്യപ്പന്മാർ? എവിടെ നിന്നാണ് ഈ 3000 അയ്യപ്പന്മാരെ കൊണ്ടുവരുന്നത്? നിങ്ങൾ വിചാരിച്ചാൽ
നിങ്ങൾ ആഹ്വാനം ചെയ്താൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറേ അയ്യപ്പ ഭക്തന്മാർ വരുമായിരിക്കും. പക്ഷേ എന്തായാലും നിങ്ങൾ ക്രിസ്ത്യൻ ക്ഷേത്രത്തിൽ കയറി, നിങ്ങൾക്ക് പള്ളിയിൽ കയറി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? അവിടെ സംഗമം, ക്രിസ്മസിനെങ്കിലും സംഗമം നടത്താൻ ഗവൺമെൻറ്റിന് കഴിയുമോ? മുസ്ലിം പള്ളികളിൽ കയറാൻ കഴിയുമോ? എന്തിനു പറയുന്നു, ബുദ്ധവിഹാരങ്ങൾ ഇവിടെ കുറച്ചെങ്കിലും ഉണ്ട്, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഒന്നും ചെയ്യാതെ ഇപ്പം ഹിന്ദുവിനെ പിടിക്കാൻ നടക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ നന്നായി തിരിച്ചറിയുന്നത് മുസ്ലിങ്ങൾ പലപ്പോഴും ഇത് തിരിച്ചറിയാറുണ്ട്, അവർ അതനുസരിച്ച് പ്രതികരിക്കാറുമുണ്ട്. ക്രിസ്ത്യാനികളും തിരിച്ചറിഞ്ഞു വരുന്നു. ഹിന്ദുക്കൾ എന്തായാലും തിരിച്ചറിയാൻ, ഹിന്ദുക്കൾക്ക് നേരം വെളുക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും. എന്തായാലും നിങ്ങളുടെ ഉടായ്പ് അയ്യപ്പ സംഗമം ഇതിനകോടകം തന്നെ ഹിന്ദു മേഖലകളിൽ നിന്ന്, ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് വലിയ എതിർപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ബഹളങ്ങളൊക്കെ കാണിക്കുന്നത്? അത് ഇപ്പോൾ തിരുവനന്തപുരത്ത് മുരുക സംഗമം നടക്കുന്നു, തമിഴ്നാട്ടിൽ മുരുക സംഗമം നടന്നു. അതെല്ലാം നടത്തിയത് ഹിന്ദു സംഘടനകളാണ്. ആ സംഘടനകൾ നടത്തട്ടെ. അവിടെ വേണമെങ്കിൽ താങ്കൾ പങ്കെടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഉത്സവത്തിനാവശ്യമായ സഹായം സർക്കാർ ഫണ്ട് വാങ്ങുന്നത് കൊണ്ട് ചെയ്തു കൊടുക്കണം. അതും അനുബന്ധ കാര്യങ്ങൾ, ക്ഷേത്ര കാര്യങ്ങളല്ല. അതിനപ്പുറം ക്ഷേത്രത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ വരരുത് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അവസാന വാക്കായി പറഞ്ഞോട്ടെ, ഹിന്ദുക്കളോടൊരു വാക്ക്, എന്നാണ് നിങ്ങളിനി നന്നാവുക? നിങ്ങളുടെ ശബ്ദം ഈ രാജ്യത്ത് ഹിന്ദുവിൻ്റെ സ്വത്ത് ഹിന്ദുവിനെന്ന് പറയാൻ, ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്ത് ഹിന്ദുക്കൾക്കെന്ന് പറയാൻ എന്നാണിനി ഹിന്ദുക്കൾ ഉണരുക? ഉദ്ദിഷ്ടത ജാഗ്രത.